ഇപ്പം സോഷ്യൽ മീഡിയ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എനിക്കിപ്പോൾ ഒരു 33 വയസ്സ് കഴിഞ്ഞു. ഇത്രയും നാളിൻ്റെ ഇടയ്ക്കും ഈ ബിഗ് ബോസിന് ശേഷം പരിചയപ്പെട്ട ഈ ഒരു 5 പേരുമായിട്ടല്ലാതെ എനിക്ക് വേറെ ഒരാളുമായിട്ടും വ്യക്തിപരമായിട്ട് ഒരു ഇഷ്യൂ ഇല്ല. ആരും ഇന്നേ വരെയും വന്നിട്ട് എനിക്ക് പേഴ്സണലി ഇഷ്യൂ ഉണ്ടെന്നൊന്നും ആരും പറഞ്ഞിട്ടുമില്ല. പിന്നെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാത്ത പലരും എന്തെങ്കിലും പ്രശ്നങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഇഷ്യൂ അല്ല. മനസ്സിലായില്ലേ? രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 5 പേര് അല്ലെങ്കിൽ ഞാൻ ബിഗ് ബോസിൽ ഫെയിമില്ല അല്ലെങ്കിൽ നല്ലൊരു ഫെയിമിൽ നിൽക്കുന്ന ടൈമിലാണ് ഇവർ വന്നിട്ട് ഓരോന്ന് പറയും. ആ ഫെയിം എനിക്ക് ഗ്രാജുവലി കുറയുകയും ചെയ്തത്. ഓക്കെ, അവർ ഒരുപാട് ഇൻ്റർവ്യൂസും പിന്നെ ഒരുപാട് അലിഗേഷൻസ് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ടായിരുന്നു. ഇപ്പം ഞാൻ പെർഫെക്റ്റ് ആണെന്നോ അല്ലെങ്കിൽ ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം ശരിയാണെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. ഞാനൊരു സാധാ മനുഷ്യനാണ്. ഞാൻ മഹാത്മാഗാന്ധിയാണെന്നോ പുണ്യാളനാണെന്നോ ഒന്നും ഞാൻ ഒരു സ്ഥലത്തും ഒരു ആരുടെയും പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇവർ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം മാറ്റി പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ അന്ന് എനിക്ക് ഇത്രയും ഡീഗ്രേഡിങ്ങും ഹറാസ്മെൻറ്റും ട്രോൾസും കാര്യങ്ങളെല്ലാം വരാൻ അവർ പറഞ്ഞ പല ഇൻ്റർവ്യൂവിലുള്ള കാര്യങ്ങളാണ്. അവർ തന്നെ ഇപ്പോൾ വന്ന് എൻ്റെ പ്രൊഫൈൽ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. മെയിനായിട്ടുള്ള 2 പേര് വന്നിട്ട് അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം മാറ്റി പറയുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഇൻ്റർവ്യൂ ചെയ്ത മെയിനായിട്ട് ഡീഗ്രേഡിങ് ചെയ്തിരുന്ന വ്യക്തി പോലും ഇപ്പോൾ വന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് കൺഫസ് ചെയ്ത് മാപ്പ് പറയുന്നൊരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ എന്തിനാണ് ഇത്രയും ഡീഗ്രേഡിങ് അല്ലെങ്കിൽ ഹറാസ്മെൻറ്റ് അല്ലെങ്കിൽ ഇത്രയും ട്രോൾസ് ഏറ്റുവാങ്ങിയെന്നുള്ളത് എനിക്ക് അറിയത്തില്ല. ഇപ്പം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറയുന്നില്ല. എന്നും പറഞ്ഞാൽ അവർ പുണ്യാളന്മാരും അല്ല. മനസ്സിലായില്ലേ? ആരും പെർഫെക്റ്റും അല്ല. രണ്ടാമത്തെ കാര്യം, ഇപ്പം എൻ്റെ പല വീഡിയോസും ഇപ്പോഴും സോഷ്യൽ മീഡിയ കിടന്ന് കറങ്ങുന്നുണ്ട്. മനസ്സിലായില്ല? ആ ഇൻ്റർവ്യൂ ചെയ്തും കാര്യങ്ങളെല്ലാം ഇപ്പം അവർ മാറ്റി പറയുമ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്, ഈ സോഷ്യൽ മീഡിയയിൽ ഈ ഇൻ്റർവ്യൂ ചെയ്ത പല ആൾക്കാരുടെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ ആ വീഡിയോസ് റിമൂവ് ചെയ്യാൻ അല്ലെങ്കിൽ മാറ്റാൻ വേണ്ടി നിങ്ങൾ റെഡിയാണോ? കാരണം ഇപ്പോൾ അവർ തന്നെ അവരുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് മാറ്റി പറയുന്നുണ്ട്. പിന്നെ എന്തിൻ്റെ പേരിലാണ് ഇപ്പോഴും എന്നെ ഹറാസ് ചെയ്യാനും ഇൻസൾട്ട് ചെയ്യാനും വേണ്ടി അതിലേക്ക് ഇടുന്നതെന്നുള്ളത് എനിക്കറിയത്തില്ല. രണ്ടാമത്തെ കാര്യം, അവരുമായിട്ട് എനിക്കിനി ഒരു കൈൻഡ് ഓഫ് ഫ്രണ്ട്ഷിപ്പോ ഒരു കൈൻഡ് ഓഫ് കോൺടാക്റ്റോ വെക്കണമെന്ന് താല്പര്യപ്പെടുന്നില്ല. അവർക്ക് അവരുടെ വഴി, എനിക്ക് എൻ്റെ വഴി. ഓക്കെ, ചെയ്ത കാര്യങ്ങളെല്ലാം എൻ്റെ മനസ്സിലുണ്ട്, ഒന്നും മറക്കത്തില്ല. പക്ഷേ അവർക്ക് അവരുടെ വഴിയായിട്ട് അവർ പോട്ടെ, എൻ്റെ വഴിയിലേക്ക് അവർ വരെയും വേണ്ട, അത്രേ ഉള്ളൂ. പിന്നെ ലീഗലി ഞാൻ പല കാര്യങ്ങളും മൂവ് ചെയ്തിട്ടുണ്ട്. സോ പല കാര്യങ്ങളും എനിക്ക് പറയുന്നതിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഓക്കെ, ലീഗലി മൂവ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ കേസ് ഫയൽ ചെയ്തുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ പറയുന്നതിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അത് ഒഴികെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ സംസാരിക്കുന്നതാണ്. പിന്നെ വേറൊരു കാര്യം, ഞാൻ ഈ ഡീഗ്രേഡിങ് ഫേസ് ചെയ്യുന്ന 1.5 വർഷം ഞാൻ ഡീഗ്രേഡിങ് ഫേസ് ചെയ്യുന്ന സമയത്ത് പലരും നെഗറ്റീവ് കമൻറ്റ്സും ചീത്തവിളിയും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് കമൻറ്റ്സ് ആയിട്ട് പറഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട്. ഹെൽത്തി ക്രിറ്റിസിസം എനിക്ക് ഇഷ്ടമാണ്. എന്നെ പറഞ്ഞോ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചോ, അത് ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ പറഞ്ഞാൽ എനിക്ക് ഒരു പ്രോബ്ലം ഇല്ല. പക്ഷേ അതൊന്നും നോക്കാതെ വെറുതെ വന്നിട്ട് ചീത്ത വിളിക്കുന്ന അല്ലെങ്കിൽ ഫേക്ക് അക്കൗണ്ട്സിൽ നിന്ന് വന്നിട്ട് നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവന്മാരുടെ അടുത്ത് എനിക്ക് പറയേണ്ട ഒരു കാര്യം, ഗുരു നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്ത് ലൈഫിൽ എവിടെയെങ്കിലുമൊക്കെ മുന്നേറാൻ വേണ്ടി ശ്രമിക്കുക. അതല്ലാതെ ഇതേപോലെ വന്നിട്ട് നെഗറ്റീവ് കമൻറ്റ് ഇട്ടിട്ട് വെറുതെ ആവശ്യമില്ലാതെ നിങ്ങളുടെ തന്നെ ലൈഫ് വേസ്റ്റ് ആക്കാതെ. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്താ പറയുക, ഓക്കെ, ഇപ്പം ഈ പറഞ്ഞ കോൺട്രവേഴ്സീസിൽ ഒന്നിലും ഞാൻ ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ചെയ്യുന്നില്ല. ആരുടെ ഒരു കാര്യത്തിനും ഞാൻ വിളിക്കുന്നുമില്ല, കോൺടാക്റ്റും ചെയ്യുന്നില്ല. അനാവശ്യമായിട്ട് എൻ്റെ പേര് അനാവശ്യമായിട്ടുള്ള കാര്യത്തിൽ വലിച്ചഴിക്കരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം സീസൺ 6 റിലേറ്റഡ് ആയിട്ടുള്ള പല ഇഷ്യൂസിലും എൻ്റെ പേര് ഡ്രാഗ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിലൊന്നും ഞാൻ ഇൻവോൾവ് അല്ല, അത് പ്രത്യേകിച്ച് നോട്ട് ചെയ്തേക്കുക. പിന്നെ ഇത്രയും കാലഘട്ടത്തിൽ ഇത്രയും ഡീഗ്രേഡിങ് ഫേസ് ചെയ്യുമ്പോഴും പലരും സിൻസിയറായിട്ട് എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു, സ്നേഹിക്കുന്നുണ്ടായിരുന്നു. ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും എപ്പോഴും കടപ്പെട്ടിരിക്കും. കാരണം ഇപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന സിൻസിയറായിട്ട് കൺസേൺ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ അടുത്ത് ഇപ്പോഴും ഞാൻ നന്ദി പറയുന്നു. പിന്നെ ദാറ്റ്സ് ഇറ്റ്. പിന്നെ എന്തെങ്കിലും ചോദിച്ചോ? സായി ചേട്ടൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ഡോക്ടറുടെ ആ വ്യക്തിയുമായിട്ടുള്ള ഒരു അല്ല, ഞാൻ പറഞ്ഞില്ല, എന്നെ ഏറ്റവും കൂടുതൽ ഡീഗ്രേഡിങ് ചെയ്ത അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എനിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും എന്താണ് സത്യമൊന്നും പോലും അറിയാതെ 1 വർഷം മുന്നേ പറഞ്ഞൊരു വ്യക്തിയാണ് സായി കൃഷ്ണ എന്ന് പറഞ്ഞ സീക്രട്ട് ഏജൻറ്റ്. ഇപ്പോൾ പുള്ളിക്കാരൻ വന്നിട്ട് പല കാര്യങ്ങളും മാറ്റി പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പം ഞാൻ ഇത്രയും നാൾ ഫേസ് ചെയ്തിരുന്ന ഡീഗ്രേഡിങ് എന്തിനായിരുന്നു? അപ്പോൾ അവർ തന്നെ വന്ന് മാറ്റി പറയുന്നു. അപ്പോൾ ഇങ്ങനെയല്ലല്ലോ ഒരാളിനെ ജഡ്ജ് ചെയ്തിട്ട്. ഇപ്പോൾ ഒരു കാര്യം കറക്റ്റായിട്ട് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞ് അത് വെച്ചിട്ട് മാത്രമേ ഒരാളിനെ എന്ത് ചെയ്യാവൂ, ഇട്ട് കൊടുക്കുക. സോഷ്യൽ മീഡിയയിൽ ഫ്രണ്ട് ഇട്ട് കൊടുക്കുകയല്ലേ ചെയ്തത്. പുള്ളിക്കാരൻ തന്നെ വന്നിട്ട് ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് മാറ്റുന്നില്ലേ? അപ്പോൾ പിന്നെ ഞാൻ എന്തിനാണ് അത്രയും എനിക്ക് എഗെയിൻസ്റ്റ് ഇപ്പം ഷർദിലിൻ്റെ വീഡിയോ പോലും വന്നിട്ട് പറയുന്നത് ഫോഴ്സ്ഫുള്ളി ഇത്രയും മാസങ്ങൾക്ക് ശേഷം ചെയ്യിപ്പിച്ചതാണെന്ന് പറയും. അന്ന് വന്നിട്ട് ആദ്യമായിട്ട് എനിക്ക് ആ ഒരു വീഡിയോയിൽ ഡീഗ്രേഡിങ് കിട്ടാനുള്ള കാരണം സീക്രട്ട് ഏജൻ്റ് ആയിരുന്നു. മനസ്സിലായി? സീക്രട്ട് ഏജൻറ്റ് തന്നെ പറയുന്നുണ്ട് പുള്ളിക്കാരനെ പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്തതാണെന്ന്. ഈ ഓരോരുത്തരായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നശിച്ചു പോകുന്നത് എൻ്റെ ലൈഫാണ്. മനസ്സിലായി? എൻ്റെ കരിയറാണ്. ഞാനൊരു ബ്രേക്ക് എടുത്ത് തന്നെ ഈ ഒരു കാര്യങ്ങളെല്ലാം ഏതെങ്കിലും ഒരു ദിവസം സത്യം തിരിച്ചറിയുമെന്ന് എനിക്കറിയായിരുന്നു. അതേപോലെ എന്ത് ചെയ്തു, കാലം തെളിയിച്ചു. 1.5 വർഷം എടുത്തു, അത്ര മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ല? നിങ്ങളാണെങ്കിലും ഇനി ഓരോ കാര്യങ്ങൾ ഇടുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്കും ഓരോരുത്തർ എന്താ പറയുക, ഇപ്പം നിങ്ങളെ ഒരു ബ്രദറാണെങ്കിൽ
എനിക്കാണ് ഇത് അഫക്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേദനിക്കും, മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാം നോക്കി കണ്ട് മാത്രം ചെയ്യുക. ഇപ്പം ആൾക്കാർക്കെല്ലാം കുറച്ച് കാര്യങ്ങൾ മനസ്സിലായില്ല. അവന്മാരും പുണ്യാളന്മാരല്ല, ഞാനും പുണ്യാളനല്ല. എനിക്കിട്ട് ഇങ്ങോട്ട് തന്നു, ഞാൻ അങ്ങോട്ട് കൊടുത്തു, തിരിച്ചിങ്ങോട്ട് തന്നു, തിരിച്ചിപ്പോൾ വാങ്ങുന്നു, അത്രേ ഉള്ളൂ, മനസ്സിലായില്ലേ? ഇപ്പോൾ അന്ന് എല്ലാം അവരുടെ ഭാഗമാണ് കംപ്ലീറ്റ്ലി ശരിയെന്ന് പറഞ്ഞിട്ട് എന്നെയാണ് എല്ലാവരും കൂടെ എന്ത് ചെയ്താൽ അറ്റാക്ക് ചെയ്തത്. ഇപ്പോൾ അവരുടെ ഭാഗത്ത് നിങ്ങളിപ്പോൾ അവർ തന്നെ പറയുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കുക ഏതാണ് ശരി ഏതാണ് തെറ്റെന്നുള്ളത്, മനസ്സിലായില്ലേ? ഞാൻ ഈ 5 പേരല്ലാതെ എൻ്റെ ലൈഫിൽ ഇന്നേ വരെ ഒരാളിൻ്റെ അടുത്തും ഒരു രീതിയിലുള്ള ഇഷ്യൂസിനും പോയിട്ടില്ല. പക്ഷേ അവരാണെങ്കിലോ തിരിച്ച് വീണ്ടും സെയിം ഇഷ്യൂസ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവരുടെ ഭാഗത്ത് ശരിയുണ്ടോ തെറ്റുണ്ടോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക, അത്രേ ഉള്ളൂ. വരുന്നില്ല കേട്ടോ, പിന്നെ ചോദിച്ചോ. അവാർഡ് വാങ്ങാൻ ആരതിപ്പടി അല്ല, ആരതിപ്പടി കൊച്ചിയിലല്ലേ? അപ്പം ഞാൻ കഴിഞ്ഞ വർഷം മോസ്റ്റ് വൈബ്രന്റ് എന്റർപ്രനറിന്റെ അതെ അവാർഡ് കിട്ടി. അതെ ഡോക്ടർ ഉണ്ടായിരുന്നു. അതെ അതെ അതെ. ഈ പ്രാവശ്യം ഞങ്ങൾ പ്രതീക്ഷിച്ചായിരുന്നു ഡോക്ടറുടെ അവാർഡ് വാങ്ങാനായിട്ട്. അല്ല പുള്ളിക്കാരിയുടെ കാര്യമായിട്ട് ബിസി ആയിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വന്ന് വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അതിനി വെറുതെ എൻ്റെ അവാർഡിന് പുള്ളിക്കാരി വന്നില്ല എന്ന് പറഞ്ഞൊന്നും വെറുതെ ഒരു കാര്യം വേണ്ട. പുള്ളിക്കാരി ഇപ്പോൾ വരുമ്പോൾ കൂടി എന്നെ വിളിക്കുന്നുണ്ടായിരുന്നുള്ളൂ. എല്ലാ കാര്യങ്ങളും ലൈവായിട്ട് കാണുന്നുണ്ടായിരുന്നു. ചേച്ചി ലൈവ് കാണുന്നുണ്ടായിരുന്നു കേട്ടോ പുള്ളിക്കാരി. താങ്ക് യു. ബിഗ് ബോസിന് ഇറങ്ങിയ ടൈമിൽ ചേട്ടൻ സിനിമയിൽ നായകനായിട്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ അല്ല, അത് പലരുടെ ഇടപെടൽ കാണും, അതെല്ലാം തീർന്നു. അപ്പം ഞാൻ ഒരു സാധാരണക്കാരനാണ്, എനിക്ക് സ്വന്തമായിട്ട് ഒരു സിനിമ ചെയ്യണമെന്നുണ്ട്, അതെന്തായാലും ഞാൻ ചെയ്യും, മനസ്സിലായില്ലേ? പല ഓഫേഴ്സ് വന്നാലും സത്യം പറഞ്ഞാൽ എൻ്റെ സിനിമ ഞാൻ അനൗൺസ് ചെയ്തുകൊണ്ട് രാവണ യുദ്ധം എന്ന് പറഞ്ഞ സിനിമ തന്നെയായിരിക്കും ഞാൻ ഫസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഇത്രയും നാൾ വെയിറ്റ് ചെയ്യുന്നതും അതിന് വേണ്ടി തന്നെയാണ്, മനസ്സിലായില്ലേ? അതെന്തായാലും അത് വരും. ഇനി വരത്തില്ല എന്ന് പറയുന്നവരാണെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഞാൻ വരും എന്ന് പറഞ്ഞാൽ വരും, സിനിമ എടുത്തിരിക്കും, അത്രേ ഉള്ളൂ. അതിന് കുറച്ച് പ്രിപ്പറേഷൻസ് വേണം. അല്ല, അത് ഡേറ്റ് മാറ്റിയത് വേറെ ഒന്നും കൊണ്ടല്ല. കാരണം ഇപ്പം ഈ മഴക്കാലവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് അതൊന്ന് നീട്ടി വെച്ച്. കാരണം ഇത് നല്ലൊരു മാസമല്ല എന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ഫാമിലിയായിട്ട് ഡിസൈഡ് ചെയ്ത് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് ഞങ്ങൾ തന്നെ വന്ന് സേവ് ദ ഡേറ്റ് ആയിട്ട് അനൗൺസ് ചെയ്യും. അതുവരെയും ആരും ഇന്ന ഡേറ്റാണ് അതാണ് ഇതാണെന്നൊന്നും ആരും പ്രഡിക്റ്റ് ചെയ്യേണ്ട. ഇത് ഞങ്ങൾ എന്താ പറയുക, കല്യാണത്തിൻ്റെ കാര്യമാണ്, ഞങ്ങൾ തന്നെ വന്ന് റിവീൽ ചെയ്തോളാം. ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് വന്ന് റിവീൽ ചെയ്തോളാം. ഇപ്പോൾ ഗുരുവായൂർ വെച്ചിട്ടായിരിക്കും കല്യാണം. പിന്നെ റിസപ്ഷൻ വന്നിട്ട് കൊച്ചിയായിരിക്കും. നിങ്ങളെല്ലാവരും ഇൻവൈറ്റ് ചെയ്യാം. പിന്നെ ഒരുപാട് ഡീഗ്രേഡിങ് നടന്ന സമയത്ത് ഈ ജോബുമായിട്ട് എന്തെങ്കിലും അല്ല, ജോബല്ല, ഡീഗ്രേഡിങ് വരുമ്പോൾ ഞാൻ സാധാരണ ഒരു മനുഷ്യനാണ്. അപ്പോൾ ഒരാളിപ്പോൾ കുറേ പേര് കാര്യങ്ങൾ അറിയാതെ വന്നിട്ട് ഇതേപോലെ വന്ന് നമ്മൾ ഡീഗ്രേഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഹറാസ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ഞാൻ ഒരു ഹ്യൂമൻ ബീനാണ്. എനിക്ക് മനസ്സുണ്ട്, ഞാൻ മെൻ്റലി അത്രയും സ്ട്രോങ് ആയതുകൊണ്ടാണ് പിടിച്ചു നിന്നത്. ഇപ്പോൾ പല ആൾക്കാരും ഇതേപോലെ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ഡീഗ്രേഡിങ് ഫേസ് ചെയ്യുമ്പോഴത്തേക്ക് ഓരോ സൂസൈഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ലേ, അല്ലേ? സൈബർ ബുള്ളിങ് അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം ഇത്രമാത്രം സൈബർ അറ്റാക്കും കാര്യങ്ങളും നേരിട്ടപ്പോഴത്തേക്ക് ഞാൻ എപ്പോഴും പെർഫെക്റ്റ് ആണെന്ന് പറയുന്നില്ല. പക്ഷേ അത്രയും മാത്രം ഹറാസ്മെൻറ്റോ അല്ലെങ്കിൽ അത്രയും മാത്രം ഡീഗ്രേഡിങ്ങോ സൈബർ ബുള്ളിങ്ങോ അറ്റാക്കോ നേരിടേണ്ട ഒരാളല്ലായിരുന്നു ഞാൻ, അല്ലേ? എന്തുകൊണ്ടാണ് അത് കിട്ടിയത്? അത്രയും ഫെയിമിൽ നിന്ന സമയത്ത് ഈ കുറച്ച് പേരുടെ സ്റ്റേറ്റ്മെൻറ്റ്സും അലിഗേഷൻസും കാരണം മാത്രമാണ് എനിക്ക് ഡിഗ്രേഡ് തുടങ്ങിയത്. ഇപ്പോൾ അവർ തന്നെ വന്നിട്ട് അവരെ മാനിപ്പുലേറ്റ് ചെയ്താണെന്ന് കാര്യങ്ങളെല്ലാം പറയുമ്പോഴത്തേക്ക് ഞാൻ ഇത്രയും നാൾ അനുഭവിച്ച എന്തിനായിരുന്നു? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അല്ലേ? അങ്ങനെ ഇപ്പം ഞാൻ അവരെ കൊണ്ട് ഫോഴ്സ്ഫുള്ളി അല്ല അവർ ആ വീഡിയോ ചെയ്തത്, അവരായിട്ട് വന്ന് ചെയ്ത വീഡിയോ ആണ്, മനസ്സിലായില്ലേ? നാളെ അവരത് മാറ്റി പറയുമെന്നും എനിക്കറിയത്തില്ല. പക്ഷേ നിങ്ങൾ ചിന്തിക്കുക, ഇങ്ങനെ മാറ്റി പറയുന്ന കണക്കല്ലല്ലോ ഒരാളിനെ ജഡ്ജ് ചെയ്യേണ്ടത്, അല്ലേ? അത് കാരണമാണ് സത്യം പറയാൻ ഞാൻ സോഷ്യൽ മീഡിയ അത്രയും സൈബർ അറ്റാക്കും ബുള്ളിങ്ങും നേരിട്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ അത്ര ഒരു ബ്രേക്ക് എടുത്തത്, മനസ്സിലായില്ലേ? കാരണം ഇത് എനിക്ക് എല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷേ കാലം തെളിയിച്ചു, 1.5 വർഷം എടുത്തു ഇത് തെളിയാൻ വേണ്ടി, അത്രേ ഉള്ളൂ. ഞാൻ എല്ലാത്തും കംപ്ലീറ്റ് ആയിട്ട് ഒരു ബ്രേക്ക് എടുത്തു. കാരണം വേറെ ഒന്നും ഉണ്ടല്ലോ, നമ്മൾ മെൻ്റലി ഫിറ്റ് ആണെങ്കിൽ മാത്രമേ ഒബ്വിയസ്ലി എൻ്റെ പ്രൊഫഷനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു മെഡിക്കൽ പ്രൊഫഷനിലേക്കാണ് പോകുന്നത്, മനസ്സിലായില്ലേ? അപ്പം അതിൽ പേഷ്യൻസിൻ്റെ കാര്യത്തിലാണ് എന്ത് കാര്യത്തിൽ ഡിസിഷൻ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ മെൻ്റലി എന്ത് ചെയ്യണം, സ്ട്രോങ് ആയിരിക്കണം, അതിൽ അലേർട്ട് ആയിരിക്കണം. അപ്പം മെൻ്റലി നമുക്ക് അത്രയും ഒരു വിഷമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് വർക്ക് ചെയ്യാനുള്ള കോൺഫിഡൻസ് എന്ത് ചെയ്യും, കുറയും, മനസ്സിലായില്ലേ? പക്ഷേ അതൊക്കെ ഞാൻ എന്ത് ചെയ്തു, തരണം ചെയ്തു. ഇതിൻ്റെ അപ്പുറം കണ്ടിട്ടാണ് ഞാൻ വന്നത്, മനസ്സിലായില്ലേ? എന്നെ ഇത്രയും ലൈഫിൽ ഇതുവരെ എത്തിച്ചത് ആരുടെയും ഒരു മോട്ടിവേഷനോ ആരും പുഷ് ചെയ്ത് തന്നിട്ടില്ല, ഒറ്റയ്ക്ക് തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത്. സിനിമ കണ്ടില്ല, ഞാൻ ആ സീക്വൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടപ്പം ഓക്കെ, ഇപ്പം എന്ത് സന്തോഷം തോന്നി. ഇനി സന്തോഷം ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, സന്തോഷമൊക്കെ തോന്നി. പിന്നെ ജിൻഡോനെ കാണാൻ വേണ്ടി ഞാൻ എയർപോർട്ടിൽ പോയതിന് പലരും പറയുന്നുണ്ടായിരുന്നു. ഞാൻ ആ ജിൻഡു ജയിച്ചതിൻ്റെ 100% അതിൻ്റെ ഫുൾ ക്രെഡിറ്റ്സും ജിൻഡു മാത്രമാണ്. പുള്ളിക്കാരൻ ഹാർഡ് വർക്ക് ചെയ്ത് പുള്ളിക്കാരൻ അതിലേക്ക് എത്തി, പുള്ളിക്കാരൻ തന്നെ, അതിലൊന്നും എനിക്ക് വേണ്ട, മനസ്സിലായില്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇറങ്ങിയതിന് ശേഷം പുള്ളിക്കാരൻ വീഡിയോ കോളെല്ലാം ചെയ്തിട്ട് മോനെ നീ വരണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ എന്ത് ചെയ്തത്, പുള്ളിക്കാരനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് ഞാൻ വന്നത്. എനിക്ക് വേണമെങ്കിൽ ഞാനൊരു ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ് ആണ്, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട്, ഞാൻ ഇങ്ങനെ വരത്തില്ല എന്ന് പറഞ്ഞ് ഈഗോ വെച്ചിട്ട് എനിക്ക് ഇരിക്കുകയായിരുന്നു. പക്ഷെ അതൊന്നും വെക്കാതെ ഞാൻ ജസ്റ്റ് വന്നത് സ്നേഹത്തിൻ്റെ പുറത്ത് മാത്രമാണ് വന്നത്. പിന്നെ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവരുടെ അടുത്ത് എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ,
ഉള്ളൂ. നീയൊക്കെ നിൻ്റെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് രക്ഷപ്പെടാൻ നോക്ക്, മനസ്സിലായില്ലേ? പിന്നെ എന്നെ ഉപദേശിച്ചോ, പക്ഷേ ഉപദേശിക്കുന്ന ചിലർ അൺവാണ്ടഡ് ആയിട്ട് വെറുതെ തെറിയൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്ന ആൾക്കാർ പറയേണ്ടതെന്ന് വെച്ചാൽ ഗൂഗിളിൽ നിൻ്റെയൊക്കെ പേര് സെർച്ച് ചെയ്യുമ്പോൾ വിക്കിപീഡിയ നിൻ്റെയൊക്കെ അക്കൗണ്ട് ഉണ്ടായിരിക്കണം, മനസ്സിലായോ? എന്നിട്ട് നീ എനിക്ക് വേണ്ടി ഉപദേശിക്കാൻ പാടില്ല. കാരണം ഞാൻ അത്യാവശ്യം എൻ്റെ ലൈഫിൽ കഷ്ടപ്പെട്ട് ഏതെങ്കിലും ഒരു ലെവലിലെത്തി ഒരു വിക്കിപീഡിയ അക്കൗണ്ട് അല്ലെങ്കിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പേരിൽ ഒരു അക്കൗണ്ട് ഉണ്ട്, മനസ്സിലായോ? അത് ഞാൻ കാശ് കൊടുത്തൊന്നും മേടിച്ചൊന്നുമല്ല. അത് അങ്ങനെ ഉള്ളവർക്ക് മാത്രമേ അങ്ങനെ അക്കൗണ്ട് വരത്തുള്ളൂ. അതുകൊണ്ട് ആ ലെവലിലേക്ക് എത്തിയിട്ട് നീയൊക്കെ എന്ത് ചെയ്യും, ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി പാം, അത്രേ ഉള്ളൂ. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഈ നെഗറ്റീവ് ഈ പറഞ്ഞ വ്യക്തിയിലെ പുറകിൽ വേറെ ആരെങ്കിലും അറിയത്തില്ല ബ്രോ. അങ്ങനെയൊക്കെ അറിയെങ്കിൽ നമ്മൾ ദൈവമല്ലേ. ഇപ്പോൾ പലരും പറയാറുണ്ട് നിങ്ങൾ ഈ 5 പേരെ സൂക്ഷിക്കണമായിരുന്നു എന്ന്. ഈ 5 പേരെ സൂക്ഷിക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. ബിഗ് ബോസിന് ശേഷമാണ് എനിക്ക് അവരറിയുന്നത്. ഈ 5 പേരെ സൂക്ഷിക്കുന്നതിന് മുന്നേ അതല്ലാതെ ഒരു 100-300 പേര് വന്നതും അവർ അവോയ്ഡ് ചെയ്ത കാര്യമൊന്നും പലർക്കും അറിയത്തില്ല, മനസ്സിലായില്ല. എല്ലാവരും 5 പേരുടെ കാര്യം ഞാനിപ്പോൾ ഈ വരുന്ന ആൾക്കാരെല്ലാം സ്നേഹത്തോടെ സംസാരിക്കും. നിങ്ങളുടെ അടുത്താണെങ്കിൽ സംസാരിക്കും. ഇൻറ്റൻഷൻ എന്താണെന്നുള്ളത് എനിക്ക് അറിയത്തില്ലല്ലോ, മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ എല്ലാവരുടെ അടുത്തും നേരെ സംസാരിക്കും. പക്ഷേ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി, എല്ലാവരുടെ അടുത്തും ഒരു ഡിസ്റ്റൻസ് ഇട്ട് വെക്കുക. ആരുടെ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. അനാവശ്യമായിട്ടുള്ള കാര്യത്തിൽ പോയി ഇടപെടാതിരിക്കുക. പിന്നെ ആരെന്ത് ഫ്രണ്ട്ഷിപ്പ് എന്ന് വന്നാലും ഒരു 10 പ്രാവശ്യം ചിന്തിച്ചിട്ട് മാത്രം ഫ്രണ്ട്ഷിപ്പ് കൂടിയാൽ മതി എന്ന് മാത്രം മനസ്സിലായി, അത്ര തന്നെ. ചേട്ടാ ആദ്യം ബിഗ് ബോസിനെ കുറിച്ച് ഒരുപാട് നെഗറ്റീവ് അല്ല പറഞ്ഞാൽ അതിലുണ്ടായിരുന്ന കുറച്ച് ഇഷ്യൂസിനെ പറ്റി ഞാൻ എന്ത് ചെയ്തു, ഞാനത് പറഞ്ഞു. ഇന്ന കാര്യങ്ങളുണ്ട്, ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് പറഞ്ഞപ്പോൾ അന്ന് എല്ലാവരും കൂടെ എന്നെ എല്ലാവരും കൂടെ വിമർശിച്ച് എല്ലാവരും കൂടെ ഡിഗ്രേഡ് ചെയ്തു. ഇപ്പം അംഗീകരിക്കുന്നുണ്ട്. ഇങ്ങനെ തന്നെയാണ്, ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ചെയ്ത പല കാര്യങ്ങളും ഇപ്പം കാലമാണ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് എഗൻസ്റ്റ് പറഞ്ഞ പല ആൾക്കാരും ഇപ്പം എന്ത് ചെയ്യുന്നുണ്ട്, അത് കൺഫ്യൂസ് ചെയ്ത് അവരുടെ ഭാഗത്ത് തെറ്റെന്നുള്ള രീതിയിൽ പലരും വന്ന് പറയുന്നുണ്ട്, മനസ്സിലായില്ലേ? സോ അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ കാണുന്ന ആൾക്കാർ, സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ ഒരു എൻ്റർടൈൻമെൻറ്റ് വേൾഡാണ്. അതിനകത്ത് എല്ലാവർക്കും എന്ത് ചെയ്യണം, കുറച്ച് ലൈഫിൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇരിക്കുമ്പോൾ ഫ്രസ്ട്രേഷൻ മാറാൻ വേണ്ടി കുറച്ച് സന്തോഷിക്കാനും അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനും വേണ്ടി മാത്രമാണ് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത്. സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ആ യൂസ് ചെയ്യുന്നത് കൊണ്ട് വേറെ ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാനും കൂടെ നമ്മൾ ശ്രദ്ധിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. മതിയോ? താങ്ക് യു. മൈക്കൊക്കെ എടുത്തോ. ഇതാരാ മൈക്ക്? ഈ ലൈറ്റ് ആരും